ചേട്ടാ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ ഞാൻ കസിൻ അസിന അതൊരു നടിയല്ലേ അല്ല അസിനല്ല കസിൻ കസിൻ ആരാലും ഓണും കാര്യങ്ങളും ചേട്ടാ വേണ്ട ചേട്ടാ ചേട്ടാ വേണ്ട ചേട്ടാ ചേട്ടാ വേണ്ട എന്റെ ജോലി പോണ കേസാ ചേട്ടാ പാവല്ല ചേട്ടാ സാറേ പഠിച്ചോണ്ടിരിക്കം കൂടി ഉണ്ട് ചേട്ടാ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ ചീർപ്പ് വരുന്നതിന്റെ തലയില് ചേട്ടാ ഇത് മുഴുവൻ പഠിക്കോ അപ്പൊ മുഴുവൻ പഠിക്കോ ഇല്ല പാൻ വിളിച്ചിരിക്കാൻ കുറച്ചുണ്ടാവും കുറച്ചുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എന്റെ ജാമ്യക്കാരനൊന്നും എനിക്ക് പൊക്കാൻ ജാമ്യക്കാരനെയാ അമ്മ ചോറ് വെള്ളം ഒഴിക്കണ്ടാ ഞാൻ പോരാ ഞാനെ കിട്ടൂ അവനെ കിട്ടില്ല അവൻ കുളത്തിന് മുങ്ങി പോയാൽ പോലും പൊന്തില്ല പിന്നെ ഞാനൊന്നും മുടിവെട്ട് കിടപ്പും കിടക്കിയ അടുത്ത് ഞാൻ എന്റെ പുരുകൊന്ന് സെറ്റ് ചെയ്യണം. ഇത് മുടിവെട്ടുകടയല്ല, ഗജാജ് ഫിനാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടത്തെ സ്റ്റാഫാണ് ഞാൻ. ഇവൻ അവിടെ നിന്ന് ഫിനാൻസ് എടുത്തിട്ട് 6000 മുടി വെച്ച് പിടിപ്പിച്ചു. അത് വെച്ചിട്ട് പിടിപ്പിച്ചാണ്. ബാക്കിയുള്ളത് ഇവന്റെ ചെവിട്ടിലും വെച്ച് പിടിപ്പിച്ചു. 4 മാസമായി ഇവൻ അടവടച്ചിട്ട്. ഇത് പറിച്ചോണ്ട് വരാൻ എന്റെ ബോസ് എന്നെ നിയമിച്ചതാ. അത് പറിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. എന്റെ ബോസേ പുള്ളു ഞാൻ എടുത്തിട്ടുണ്ട്. എന്ത് ഒരെണ്ണം കൂടിയാ? നീ അത് ഇങ്ങോട്ട് തിരിച്ചേ. പോയി അവൻ പോയി. റേഞ്ച് കട്ടായതല്ല, അവൻ എന്നെ കണ്ടപ്പോ മുങ്ങിയതാ. നിനക്ക് എന്റെ ജോലി എന്നിട്ടെന്നറിയോ? ആടുങ്ങളെ ചവിട്ടിക്കലാണ് എന്റെ ജോലി. നിന്റെ ഫിനാൻസിന്ന് ഞാൻ പൈസ എടുത്തിട്ട് നല്ലൊരു മുട്ടനാടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊരു ഗുണമില്ല. പമ്പരം കിടന്ന് കറങ്ങണ പോലെ അവിടെ കിടന്ന് കറങ്ങ. മാത്രല്ല 10-20 ബബിൾക്കും വേണം അതിന് എല്ലാ ദിവസവും മഴ പറക്കാനായിട്ട്. നീ പോവല്ലേ, നീ ഇവിടെ നിക്ക്. അതുകൊണ്ട് ഒരു 20 കൊറ്റാടിനെ അവിടെ കൊണ്ട് കെട്ടിണ്ട് പൊളളകിട്ട്. അതിനെ നീ വന്ന് ചവിട്ടിച്ചേരണം. അല്ല, നിനക്ക് കൗണ്ടറിലേക്ക് നമുക്ക് തമിഴ്നാട്ടിൽ പോവാം. അവിടെ കുറെ കൗണ്ടർമാരുണ്ട്. നിനക്ക് ഈ മുടി ഇങ്ങനെ വെട്ടാന്നുണ്ടെങ്കിൽ നീ ആടിനെ ചവിട്ടിച്ചിട്ട് പോയാൽ